എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി കുറച്ച് ഹൈ ഓപ്പണിംഗ് വന്നതിന് ശേഷം കണ്ടിന്യൂസ് വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് വന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, പ്രെഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു താഴത്തെ ലെവലിൽ വന്നിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്ത്, പക്ഷേ ലാസ്റ്റ് ടൈം വീണ്ടും തിരിച്ച് താഴോട്ട് പോയി. അപ്പോൾ നിഫ്റ്റിക്കകത്ത് ഇപ്പോഴും വീക്ക്നെസ് നിപ്പുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഹൈ 25,700 റേഞ്ചിലോട്ട് ചിലപ്പോൾ വരാം. ഇന്ന് TCSൻ്റെ റിസൾട്ട് ഉണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നാളെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം. ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഏരിയയാണ് 25,700-800 ലെവൽ. ബാങ്ക് നിഫ്റ്റിക്കകത്താണെങ്കിൽ 58-59 റേഞ്ച് ഇപ്പോഴും പഴയ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ലെവലുകൾ തന്നെയാണ് സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉള്ള ഏരിയകൾ. ഇപ്പം റീസെൻ്റ് വന്ന ഹൈന്ന് നല്ല രീതിയിൽ കുറച്ച് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റ്, പക്ഷേ സ്പീഡിലല്ല, ഒരു ഗ്രാജ്വലി ഉള്ള ഇറക്കമാണ് കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്തെങ്കിലും നല്ല ന്യൂസ് ഇല്ലെങ്കിൽ കുറച്ച് താഴോട്ട് ഇറങ്ങാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്താണെങ്കിലും കണ്ടില്ല, 597 കണ്ട കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 450 തൊട്ട് 600, 13,450 തൊട്ട് 13,600 ഈ റേഞ്ചിനുള്ളിൽ നിന്ന് അത് ഒരു പ്രാവശ്യം റിവേഴ്സ് ആകും. അത് കറക്റ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. അത് ഇപ്പം 13,211 ഉള്ളൂ. ഡേ ചാർട്ട് നോക്കുമ്പോൾ നമുക്കത് കാണാം. അതിൻ്റെ റീസെൻ്റ് അടിച്ച ഹൈ എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലേൽ ഇവിടെ നോക്കിയാൽ മതി, ഈ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ നോക്കിയാൽ മതി. അതിൻ്റെ ഹൈ 13,537 വരെ വന്നിട്ടാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൺസോളിഡേഷൻ ചെയ്യുന്ന ഒരു ഹയർ റേഞ്ചിലാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു റേഞ്ചിലാണ് അത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ പൊട്ടി ഇറങ്ങിയാൽ പിന്നെ ചിലപ്പോൾ എൻ്റെ നല്ലൊരു ഹെവി ഫോൾ വന്നാൽ ഈ ഒരു ലെവലാണ്. ഞാൻ നേരത്തെ തൊട്ടേ പറയും, 23,900 ഫസ്റ്റ് ടാർഗറ്റ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ടൈമാണ്. ഇപ്പോൾ മെയിൻ കമ്പനികളുടെ HDFC ബാങ്ക്, കൊടാക് ബാങ്ക്, ICICI ബാങ്ക്, SBI, അതുപോലെ TCS, ഇൻഫോസിസ്, റിലയൻസ്, ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ നല്ല ഹെവി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരും. പിന്നെ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഇപ്പോൾ ഒത്തിരി താഴെയാണ്. അപ്പം നമുക്ക് അധികം ഹെവി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് കൂടുവാണെങ്കിൽ ഒരു 18-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെയാണ്, ഹെവി മൂവ്മെൻറ്റ് വരും. ഹെവി മൂവ്മെൻറ്റ് താഴോട്ടായിരിക്കും ആ സമയത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത് ട്രേഡിങ്ങിന് വേണ്ടി ചാൻസ് എടുത്ത ഷെയർ ഇത്രയും ഷെയറുകൾ. ഇതിനകത്ത് നമുക്ക് പ്രോസ്ട്രാം എന്ന് പറഞ്ഞ ഈ ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. യൂണിവാസ്തു, സംഭവ്, ഇതിനകത്തൊക്കെ ഫിനോ ബാങ്കിനകത്ത് ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു. SML ഇഷ്യൂസ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3,100 റേഞ്ച് ഞാൻ ഓർക്കുന്നില്ല. 3,120-40 ആ റേഞ്ച് കണ്ട. ആ റേഞ്ചിനുള്ളിൽ വന്നിട്ട് ഇറങ്ങി. സിർമായ്ക്കകത്തും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ലോറസ് സ്ലാബിനകത്തൊക്കെ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതിനകത്തൊക്കെ ചെറിയ ചാൻസുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു 5-6 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ട്. ലോറസ് സ്ലാബിൻ്റെ നമുക്ക് നോക്കാം. ലോറസ് ലാബ് ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് 800-നടുത്ത് വരെ പോയിട്ട് ഒറ്റയടിക്ക് ഇറങ്ങി. നോക്കി 786, 783 വരെ വന്നു. ലാസ്റ്റ് ടൈമിൽ അത് ആവറേജിന് അവിടെ കൊണ്ടുപോയി ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ഷെയർ. നല്ല മൂവ്മെൻറ്റ്. 800 നമുക്ക് 797 റേഞ്ച് എന്നത് 83 വരെ തന്നിട്ടുണ്ട്. നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിവാസ്തു എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്ത് നമുക്ക് നല്ല മൂവ്മെൻ്റ് ഇല്ല, എന്നാലും ടച്ച് ചെയ്തു. 269-90 എന്നത് 263
6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. അതിനുശേഷം സിർമ എന്ന് പറയുന്ന ഷെയർ, ഇത് പ്രഡിക്റ്റീവ് ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ എൻട്രി എടുക്കാൻ പറ്റും. പ്രഡിക്റ്റീവ് ചാനലിൻ്റെ റേഞ്ച് വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കുന്നവർക്ക് 678 എന്നത് 659. അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1, ഇവിടെ R1 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എടുക്കും. ഇവിടെ എടുത്താൽ 667 റേഞ്ചിലെടുത്താൽ നമ്മൾ ഇവിടെ എടുത്താൽ ഇത്രയും സമയം നമ്മൾ വേസ്റ്റ് ആയിട്ടിരിക്കും, ചുമ്മാ ഒരു ചാൻസും ഇല്ലാതിരിക്കും. ലാസ്റ്റിലെ അവസാന സമയത്താണ് അത് കുറച്ച് 658 റേഞ്ചിലോട്ട് തന്നിട്ടുള്ളത്. എന്നാലും മോശമില്ല, നല്ല പ്രോഫിറ്റാണ്. പിന്നെ നമുക്ക് പ്രോസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു. നല്ല ഡൗണിൽ പോയി ലാസ്റ്റ് ടൈമിൽ തിരിച്ച് കയറി വന്നു. ഇവിടെ നോക്കിക്ക് പ്രീവിയസ് നമുക്ക് എൻട്രി 207 റേഞ്ചിൽ നിന്നത് 196 റേഞ്ച് വരെ 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. പിന്നെ തിരിച്ച് കയറിപ്പോയി ഹൈ റേഞ്ചിൽ പോയി ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളതിപ്പോൾ പുതിയ ലെവൽ രീതിയിൽ നമ്മൾ കഴിഞ്ഞ 3 ദിവസം 4 ദിവസമായിട്ട് നിൽക്കുന്നത്, അതിനകത്തൊക്കെ നമുക്ക് ചാൻസ് വരുന്ന ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടുന്നുണ്ട്. ചില ഷെയറിനകത്ത് ചെറിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ചിലതിനകത്ത് നല്ല ഹെവി ചാൻസ് കിട്ടും. കഴിഞ്ഞ ദിവസത്തെ എടുത്തതിനകത്തൊന്നും എനിക്കൊന്ന് 2 ഷെയർ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതാണ് എനിക്ക് അത്ര പിടി കിട്ടത്തില്ല, ഞാൻ പിന്നെ അത് ഓർത്തിരിക്കത്തില്ല. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നാളത്തേനുള്ള ഫസ്റ്റ് ഷെയർ ഞാൻ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ലോധ എന്ന് പറയുന്ന ഷെയർ, അതിൻ്റെ ഒരു ലെവല് 1417 തൊട്ട് 1432. ലോധയുടെ ക്ലോസിങ് വന്നിട്ട് 1411. അപ്പോൾ ഓപ്പണിങ്ങിൽ അത് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിനുള്ളിൽ വന്നിട്ട് മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും സെല്ലിങ് ചാൻസ് ആയിരിക്കും ആ ഷെയറിനകത്ത്. അപ്പോൾ ആ ഷെയർ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ലോധ LODH. അതിനുശേഷം നമുക്ക് നാളത്തേനുള്ള ഷെയർ ഇട്ട് നോക്കാം. നാളെ തന്നെ നമ്മൾ കുറച്ച് ഷെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിനകത്ത് ടോപ്പിൽ നിൽക്കുന്ന ഷെയർ ഈ 2 ഷെയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് CPR ലെവലിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഹൈയിൽ നിന്നോ 36 അല്ലെങ്കിൽ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കാം. പ്രസ്റ്റീജ് ആണെങ്കിലും ഹൈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ. ഗ്ലെൻമാർക്ക് ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഗ്ലെൻമാർക്കൊക്കെ നാളെ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി, നാളെ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഓപ്പണിങ് കിട്ടിയെങ്കിൽ ഈ ലെവല് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഈ പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിൽ നിന്നൊക്കെ ആണെങ്കിൽ അധികം നേരം വെയിറ്റ് ചെയ്യരുത്, കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക. ക്യാമ്പസിനകത്ത് R2 കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പിന്നെ ഈ ലെവലുകളിൽ നിന്നൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. SRH പോളി എന്ന് പറഞ്ഞ ഷെയർ R1 റേഞ്ച് പ്രീവിയസ് ഡേ ഹൈ എന്നൊക്കെ ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയർ. ലെമൺ ട്രീ R1 R2 പ്രീവിയസ് ഡേ ഹൈ റേഞ്ച് ശ്രദ്ധിക്കുക. പ്രോസ്റ്റാ എന്ന് പറയുന്ന ഷെയർ ഇന്നത് നാളെ ഈ ഷെയർ അഥവാ ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ഇറക്കമായിരിക്കും ഈ ഷെയർ ഇറങ്ങുന്നത്. വരുവാണെങ്കിലൊക്കെ, അതല്ല ഇന്നത്തെ ഹൈ അടിച്ചിറങ്ങിയെന്ന് പറഞ്ഞാലും ചാൻസ് എടുക്കാം. പക്ഷേ ആ സമയത്ത് വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറണം. അത് ഇതായിട്ട് ഇടണം, ഉറപ്പായിട്ട് ഇടണം. അല്ലാതെ ട്രേഡ് എടുക്കരുത് ഈ ഷെയർ. അത് 10% ഷെയറാണ്. ആക്മേ സോളാറിനകത്ത് ഈ R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. കിർലോസ്കർ എഞ്ചിനീയറിങ് R2 ലെവൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. പക്ഷേ മറ്റ് ലെവലിൽ നിന്നും കുഴപ്പമില്ല. ക്യൂ പവറിനകത്ത് ഹൈ R1 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗരുഡ R1 R2 റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കുക ആ ഷെയറിനകത്ത്. പിന്നെ നമുക്ക് നാളത്തേനുള്ള നമ്മുടെ പുതിയ രീതിയിലുള്ള വേറൊരു ഷെയർ പറഞ്ഞുതരാം. കല്യാൺ ജ്വല്ലറി 590, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കല്യാൺ ജ്വല്ലറി 594 604 റേഞ്ചിൽ നിന്നത് സെല്ലിങ്ങിന് ചാൻസ് ഉള്ള ഏരിയയാണത്. ചില ഷെയറിന് 2 ലെവലുകൾ വരും. ഞാനിപ്പം നേരത്തെ പറഞ്ഞ ഷെയറിനും ഈ ഷെയറിനും ഓരോ ലെവൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ. അതിനുശേഷം അതുപോലെ മാൻകൈൻ ഫാർമ ശ്രദ്ധിക്കുക. മാൻകൈൻ ഫാർമ 2560 570 ലെവലിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്.
നമ്മൾ ഈ റേഞ്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇച്ചിരി മുകളിലോട്ട് കയറി പോയെന്നിരിക്കും. നമ്മളത് നോക്കുക, ആ മൂവ്മെൻറ്റ് കുറയും ആ റേഞ്ച് വന്നു കഴിയുമ്പോൾ. പിന്നെ ആ സമയത്ത് നമുക്ക് ചാൻസ് എടുക്കുക ഈസി ആയിട്ട്. പിന്നെ നമുക്കിവിടെ പെനിൻലാൻഡ് ഈശ്വർ എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ട് നല്ല കയറ്റമാണ്. DCM-ഉം നല്ല ഇതാണ്. ഇത് രണ്ടും R1 R2 റേഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കുക. ചാൻസ് നമുക്ക് എപ്പോഴും ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കരുത്. അല്ലെ പിന്നെ നല്ല പ്രാക്ടീസ് ആയി മാർക്കറ്റ് നല്ല എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ് കുഴപ്പമില്ല. നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ചില ഷെയറുകൾ ചില ഇടങ്ങളിൽ അത് വന്നിട്ട് വീക്ക്നെസ് തോന്നുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, അല്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഓക്കെ. അതുപോലെ ഗെയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഷെയറും നാളെ 1 രൂപ ഇതേ ഉള്ളൂ കാണിക്കുന്നുള്ളൂ. 186.50 187.50 റേഞ്ചിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനകത്തൊന്നും അധികം പ്രതീക്ഷിക്കരുത്. 1 രൂപ 2 രൂപ 3 രൂപ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനകത്തൊന്ന് 10 രൂപ പ്രതീക്ഷിച്ച് ട്രേഡ് എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തേനുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിലിറ്റി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.